ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെയായ നാമത്തെ വർണ്ണിച്ച് മഹത്വപ്പെടുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം തന്നെയാണ്. ദൈവത്തിന് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ എന്നുള്ളതായ ഒരു വിഷയത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നാം ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് വളരെയധികം താല്പര്യമുള്ളവരാണ്. ഗാനങ്ങൾ ഹൃദയത്തിന് വളരെയധികം സന്തോഷം പകരുകയും ആത്മീയമായി ഉണർവും ഉത്തേജനവും നമുക്ക് പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തകർന്ന മനസ്സുകൾക്ക് ഒരു സാന്ത്വനമായി ഗാനങ്ങൾ വിളങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അനേകരെ ഗാനങ്ങൾ സ്വാധീനിക്കുകയും അവർ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സഹായിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുപോലെ ന്യൂയോർക്ക് പട്ടണത്തിൽ ബ്രൂക്ലിൻ എന്ന പറഞ്ഞായ ദേശത്ത് ഒരു വലിയൊരു കൊയറുണ്ട്. ആ കൊയറിൻ്റെ പേരാണ് ടാബർനാക്കിൾ കൊയർ. ഈ ടാബർനാക്കിൾ കൊയറിൽ ഒന്നോ രണ്ടോ പേരല്ല ഇതിൽ അംഗങ്ങളായി ഗാനങ്ങൾ ആലപിക്കുന്നത്. 300 പേരാണ് ഇതിൻ്റെ കൊയർ മെമ്പേഴ്സായിട്ട് ഇതിൽ ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത്. അപ്പോൾ ഈ 300 പേരിൽ ഇവർ ഒരുമിച്ച് ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതെത്ര വലിയ ശബ്ദത്തിലും അതെത്ര വലിയ നല്ല രീതിയിൽ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ കൊയറിൽ അംഗത്വം വഹിപ്പാനായിട്ട് പലരും മത്സരിക്കുകയും അതിൽ അംഗത്വം പ്രാപിക്കുക എന്നുള്ളത് തന്നെ ഒരു അഭിമാനകരമായ ഒരു വിഷയമായി പലരും അത് കാണുകയും ചെയ്തു. എന്നാൽ ഈ കൊയറിനൊരു പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവരെ, ഈ കൊയറിൽ ആ ബ്രൂക്ലിൻ നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതായ പലരുമാണ് ഈ കൊയറിൽ ഒരു മാനസാന്തര അനുഭവത്തോടുകൂടി ഈ കൊയറിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ദൈവീയ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ ബ്രൂക്ലിൻ ദേശത്ത് അതിൻ്റെയായ അവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 100 പേരിൽ ഒരാൾ ഒരു കുറ്റവാളിയായി, ഒരു കോടതി കേസ് ഉള്ള ഒരു വ്യക്തിയായി, പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യവും കയറിയിറങ്ങിയ വ്യക്തിയായി, കോടതി പടികൾ കയറിയിറങ്ങിയ വ്യക്തികളായി കാണപ്പെടുന്നു ഈ ബ്രൂക്ലിൻ നഗരത്ത്. അപ്പോൾ ഈ ബ്രൂക്ലിൻ പട്ടണത്തിൽ ഇപ്രകാരമായ ഒരു കൊയർ ആരംഭിക്കുവാനും അനേകർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് ഒരു വലിയൊരു അവസരം അവർക്ക് ലഭിക്കുകയും ഒരു മാനസാന്തര അനുഭവത്തോടുകൂടി ടാബർനാക്കിൾ എന്ന അറിയപ്പെടുന്ന ഈ കൊയറിൽ പങ്കെടുത്തുകൊണ്ട് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഈ കൊയറിൻ്റെ സംഘാടകൻ ആ കൊയർ നടത്തി വരികയാണ്. അപ്പോൾ വളരെയധികം പേരും പ്രശസ്തിയും നേർച്ച അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തിയായ ഗാനങ്ങൾ ഈ കൊയർ ഒന്നിച്ച് സംഘഗാനങ്ങൾ ആയി അവർ ആലപിക്കുന്നത് പതിവാണ്. സംഘമായി ആലപിക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ അധികം നല്ലൊരു ശുശ്രൂഷയാണ് ഈ കൊയർ അവിടെ ചെയ്തു വരുന്നത്. അനേകരെ അവരുടെയായ ആ ജീവിത അവസ്ഥയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഗാനങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവീയമായ ഒരു ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ കൊയറിലൂടെ ഈ അംഗങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് അറിഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഗാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ്. എന്നാൽ എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഗാനങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഗാനങ്ങൾ ആരും പാടുന്നതും ഇഷ്ടമല്ല, അദ്ദേഹം കേൾക്കുന്നതും എനിക്ക് ഇഷ്ടവുമല്ല. അങ്ങനെ അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുകയുമില്ല, അത് ശ്രവിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ പലർക്കും നമ്മളിൽ എല്ലാവർക്കും ഗാനങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. പലരും പറയാറുണ്ട്, പഴയ ഗാനങ്ങളാണ് വളരെ നല്ലത് പുതിയ ഗാനങ്ങളെക്കാളും എന്ന്. ആ പഴയ ഗാനങ്ങൾ വളരെയധികം അർത്ഥമുള്ള ഗാനങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ സിനിമാ ഗാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന്. എന്നാൽ പഴയ ആ കർണാട്ടിക് സങ്കീർത്തനങ്ങളെക്കുറിച്ച്, ആ ഗാനങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ പാട്ടുപുസ്തകങ്ങളിലെ പഴയ ഗാനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
സിനിമാ ഗാനങ്ങളും ആയിക്കൊള്ളട്ടെ, പഴയ ഗാനങ്ങളാണ് വളരെ നല്ലതെന്ന് ജനങ്ങൾ പറയുന്നു. എന്നാൽ ഗാനങ്ങൾ എപ്പോഴും അത് നല്ലതാണ്. അതെന്നും അത് ജീവനോടുകൂടി നിലനിൽക്കുന്നതായിട്ട് ജീവിക്കുന്നതായിട്ട് നാം കാണുന്നു. അനേക വർഷങ്ങൾക്ക് മുന്നേ എഴുതിയായ ആംഗലേയ ഗാനങ്ങൾ ഇന്നും നമ്മൾ പല സഭകളിലും കൂട്ടായ്മകളിൽ ഇന്ന് ആലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പല രീതിയിലുള്ള ഗാനങ്ങൾ, പല ഭാഷകളിലും ഗാനങ്ങൾ ആലപിക്കുന്നത് പതിവാണ്. എനിക്ക് ഗാനങ്ങൾ ആലപിക്കുന്നത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പല കൂട്ടായ്മകളും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ചേർന്ന് ദൈവവചനം പങ്കിടുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ഗാനങ്ങൾ ആലപിച്ച് അവിടെ ദൈവജനത്തെ ആ ദൈവവചനം ശ്രവിക്കുവാനുള്ള ഒരു പക്വതയിലേക്ക് നയിക്കുവാനായിട്ട് എളിയ ഉപകരണങ്ങളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു വരുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരേറ്റുന്നു. അപ്പോൾ ഗാനങ്ങൾ അത് വളരെ നല്ലതാണ്. നാം തിരുവചനത്തിലൂടെ നോക്കുകയാണെങ്കിലോ അനേക വേളകളിൽ ദൈവത്തെ ഇസ്രായേൽ ജനം ആ ഗാനങ്ങൾ ആലപിച്ച് അവിടെ സ്തുതിക്കുന്നതായ അനുഭവമുണ്ട്. അവരുടെ മിസ്രൈമിൽ നിന്ന് അവർ ആ കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചായ സമയങ്ങളിൽ അവിടെ മിറിയവും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ചേർന്ന് അവർ ദൈവത്തെ അവിടെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കാണും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഘോരക പുത്രന്മാർ ദൈവത്തെ അവിടെ ആ മ്യൂസീഷ്യൻസായിട്ട് അവിടെ ദൈവീയ സന്നിധിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ ഗാനങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈരടികളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേക്കിയ നന്മകൾ ഓർക്കുവിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേക്കിയ നന്മകൾ ഓർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവം നൽകിയതായ ആ നന്മകളെ നാം ചിന്തിക്കുകയാണെങ്കിൽ അത് വർണ്ണിക്കുവാനായിട്ട് വാക്കുകൾ പോരാ. ഇത്രയും അധികം സ്നേഹം എൻ്റെ ജീവിതത്തിൽ ദൈവമേ നീ എനിക്ക് പകരുവാനായിട്ട് നീ എന്ത് എന്നിൽ കണ്ടാണ് ദൈവമേ കർത്താവേ ഇത്രയധികം എന്നെ നീ സ്നേഹിച്ചത് എന്ന് മനോഹരമായ അർത്ഥമുള്ളൊരു ഗാനമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ ഗാനങ്ങളെക്കുറിച്ച് അനേകമായ കാര്യങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെയും തിരുവചനത്തിലൂടെ മുഴുവനും തന്നെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളിൽ 98-ന്റെ 1-ാമത്തെ വാക്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 98-ന്റെ 1-ാമത്തെ വാക്യം, ഇവിടെ യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ വലം കൈ അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയവും നേടിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. പ്രിയമുള്ളവരെ, നമ്മളൊരു പുതിയ പാട്ട് ആ സ്വർഗീയ ദേശത്തിൽ എത്തുമ്പോഴും നമ്മൾ പാടുവാൻ പോവുകയാണ്. ആ പാട്ട് കുഞ്ഞാടിൻ്റെ ആയ ആ കല്യാണ സദ്യയിൽ അല്ലെങ്കിൽ കല്യാണ വിരുന്നിൽ ആ ദൈവീയമായ ആ ഗാനം നമ്മൾ ആലപിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വീണ്ടെടുക്കപ്പെട്ട ജനം, വിശുദ്ധന്മാരുടെ കൂട്ടം, അവർക്ക് മാത്രമേ ഈ ഗാനം ആലപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഗാനം അവിടെ ആലപിക്കുവാനുള്ള അനുഗ്രഹവും ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ വലം കൈ അവൻ്റെ വിശുദ്ധ ഭുജവും അവൻ്റെ ജയവും നേടിയിരിക്കുന്നു.
അപ്പോൾ എന്താണ്? യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുന്ന ഒരു അനുഭവമായിരിക്കണം. എന്താണ് പാടുന്നത്? അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക. എന്താണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേകവിധമായ നിരവധി നന്മകൾ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിരിക്കുന്നു, അതിശയങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനാൽ ആ അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അത്ഭുതകരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് ആ ദൈവത്തിന് ഞാനൊരു പുതിയ പാട്ട് ഞാൻ പാടും. അതിന് താഴെ നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ വലങ്കൈ, അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയവും നേടിയിരിക്കുന്നു. എന്താണ്? അവൻ്റെ വലങ്കൈ കൊണ്ട് അവൻ ജയം നേടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കൂടെ നമ്മൾ ഈ ലോക ജീവിതത്തിൻ്റെ ആയ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജയം തരുന്ന കർത്താവായ ദൈവം നമുക്കുണ്ട്. അവൻ ജയം നമുക്ക് നേടിയിരിക്കുന്നു. പാപബന്ധനത്തിൽ നിന്ന് നമുക്ക് ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുന്നു. ദൈവം അവൻ്റെ വലങ്കൈ കൊണ്ട്, അവൻ്റെ ഭുജം കൊണ്ട് അവൻ ജയം നമുക്ക് നേടിത്തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ആയതിനാൽ നാം ഒരു പുതിയ പാട്ട് പാടുക എന്ന് ഒരു വലിയൊരു ആഹ്വാനമാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് 98-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നാം തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 89-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും എന്നാണ് പറയുന്നത്. എന്നേക്കും പാടും, ഞാൻ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. തലമുറയോളം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അറിയിക്കുന്ന ഒരു ദൈവജനമായി, ഒരു ദൈവ പൈതലായി, ഒരു ദൈവദാസനായി, ഒരു ദൈവദാസിയായി ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ വചനം പറയുന്നത് യഹോവയുടെ കൃപകളെ ഞാൻ എന്നേക്കും പാടും, തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് ദൈവത്തിൻ്റെ ആയ ആ കൃപകളെക്കുറിച്ച് ഞാൻ വർണ്ണിക്കും, അത് ഞാൻ പാടും. എൻ്റെ ദൈവം എത്ര നല്ലവൻ, അവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ വഴി നടത്തുന്നവനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ എന്നെ വീണ്ടെടുത്ത ദൈവമാണ്, അവൻ രക്ഷകനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ നായകനാണ് എന്ന് ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങളെയും വർണ്ണിച്ച് പാടുവാനായിട്ട് ദൈവം നമുക്ക് ഒരു നാവ് ദൈവം തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാനായിട്ട് ദൈവം വലിയൊരു അനുഗ്രഹം, ഒരു നല്ലൊരു ജീവിതം ദൈവം തന്നിരിക്കുന്നത്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ എന്തു ചെയ്യുന്നു? നമ്മൾ ദൈവത്തിന് പ്രിയമില്ലാത്ത കാര്യങ്ങൾക്കായി ഈ നാവ് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ ഗാനങ്ങൾ അല്ലെങ്കിൽ പാട്ടുപാടി അവനെ മഹത്വപ്പെടുത്തണം, അവൻ്റെ കൃപകളെക്കുറിച്ച് വർണ്ണിക്കണമെന്ന് ദൈവം പറയുമ്പോൾ അതിന് പകരം നമ്മൾ എന്താണ്? ചിലർ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നാം ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഓടുവാനായിട്ട് നമ്മൾ ഓടണമെന്നുള്ളത് തോന്നിപ്പോവും. അതുപോലെയുള്ള രീതിയിലുള്ള വലിയ എടുക്കാൻ മേലാത്ത വാക്കുകളാണ്, ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് പലരുടെയും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രിയമുള്ളവരെ. ചിലർ എന്താണ്? അവർ ഒരുപോലെ ദൈവനാമത്തെ സ്തുതിക്കുകയും അതുപോലെ തന്നെ ചീത്ത വാക്കുകൾ സംസാരിക്കുവാനും ഈ നാവ് ഉപയോഗിക്കുന്നു. നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി ഈ നാക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, നീ ഒരു ദൈവത്തിൻ്റെ അവനെ പിന്തുടരുന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തെ നീ അവനെ സ്തുതിക്കുവാനായിട്ട് നിൻ്റെ നാവ് നീ ഉപയോഗിക്കുക. ഇവിടെ ദൈവം പറയുന്നത് നിൻ്റെ തലമുറയോളം, ആ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ തലമുറയോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തലമുറയോളം കർത്താവേ, എൻ്റെ ഈ വാ കൊണ്ട് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും കർത്താവേ എന്ന് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം, അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. കർത്താവേ, തലമുറയോളം നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവമായി, അങ്ങനെയുള്ളൊരു കുടുംബ ജീവിതമായി, അങ്ങനെയുള്ളൊരു തലമുറയായി കർത്താവേ, അടിയങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അടിയങ്ങളുടെ തലമുറകൾ ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തണമേ കർത്താവേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കണം, ഒരു വ്യക്തിയായിരിക്കണം പ്രിയമുള്ളവരെ. അതിന് പകരം എന്താണ്? വല്ലാത്ത ദൂഷണവും ഭോഷത്വവും സംസാരിക്കുന്ന വ്യക്തികളായി അല്ല നാം ജീവിക്കേണ്ടത്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 96-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 16-ഉം
അതിൻ്റെ 11-12 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. എന്താണ് ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും അതുപോലെ തന്നെ സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. അതിൻ്റെ 12 വാക്യം നമ്മൾ വായിക്കും. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അവിടെ പ്രകൃതിയെക്കുറിച്ച് പറയുന്നു. പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. അവൻ നല്ലവനല്ലോ, അവന് ദയ എന്നേക്കുമുള്ളത് എന്ന് അത് ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. അവൻ സൃഷ്ടിച്ചതായ അവൻ്റെ സൃഷ്ടി അവനെ മഹത്വപ്പെടുത്തട്ടെ. ഇവിടെ എന്താണ് നോക്കുമ്പോൾ ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും ചെയ്യട്ടെ. ആ സൃഷ്ടികർത്താവായ ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ഇമ്മാനുവേൽ നമ്മോടുകൂടെയുണ്ട്. അവൻ നമ്മളെ വഴി നടത്തുന്നവനാണ്. ആ യഹോവ ഈരേ നമ്മളോടുകൂടെ, അവൻ ദാതാവായ ദൈവമാണ്. അവൻ നമ്മോടുകൂടെ ഉണ്ട്. അവൻ നമ്മുടെ ഇടതും വലത്തുമായി നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമായിരിക്കാൽ, അവൻ നന്മയുടെ ഉറവിടമായിരിക്കുന്നതിനാൽ, അവൻ എല്ലാവിധത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇവിടെ എന്താണ്? ഇവിടെ ആ പ്രകൃതി വയലും അതിലൊക്കെയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും എന്നാണ് പറയുന്നത്. എല്ലാവരും എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ജീവിത അനുഭവത്തിലൂടെ അവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ കർത്താവായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലും അനുനിമിഷവും നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതായ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നാം യെശയ്യാപ്രവചനം 49 അധ്യായം 13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടി ആർക്കുവീൻ, യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ആകാശമേ എന്താണ്? ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടി ആർക്കുവീൻ, യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു എന്നാണ്. അരിഷ്ടന്മാരോട് ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ്റെ ആ മഹത്വം, അവൻ്റെ ദയ, അവൻ്റെ വിശ്വസ്തത അവൻ തൻ്റെ ജനങ്ങളോട് അവൻ വെളിപ്പെടുത്തുന്നു. അവൻ്റെ ആ എല്ലാവിധമായ നന്മകളും അവൻ ആ തൻ്റേതായ ജനത്തോട് അവൻ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആകാശമേ ഭൂമിയെ സന്തോഷിക്കുക, ആർത്തുല്ലസിക്കുക. ദൈവം ഇവിടെ എന്താണ്? അവൻ യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ജനത്തെ ആശ്വസിപ്പിക്കുകയും കരുണ കാണിക്കുന്ന ദൈവമായിരിക്കുന്നതിനാൽ ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത് അത് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുക. എല്ലായ്പ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് സമയം ലഭിക്കുമ്പോഴെല്ലാം ഒരു ഗാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും അത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ആ ഗാനം നമ്മൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എത്ര നന്നായിരിക്കും. നാം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് ദൈവ ഇഷ്ടമല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് ദൈവ ഇഷ്ടമാണ്. ആ സ്വർഗീയ സന്നാഹങ്ങൾ എപ്പോഴും, ആ ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ, ആ മാലാഖമാർ ദൈവത്തെ എപ്പോഴും പരിശുദ്ധൻ 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 എന്ന് എപ്പോഴും മഹത്വപ്പെടുത്തുന്നതായ ഒരു അനുഭവമാണ് നാം കാണുന്നത്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എത്തുവാനും അങ്ങയുടെ ദൂതന്മാരെ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പോലെ ആ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള ഒരു അനുഗ്രഹം എനിക്കും തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഏതു സമയത്തും നാം ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയും അവന് വേണ്ടി ഒരു പുതിയ പാട്ട് പാടുകയും നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന രീതിയിൽ, അവൻ ദൈവം ചെയ്തതായ എല്ലാ അതിശയങ്ങളെ വർണ്ണിക്കുന്ന രീതിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് അത് വളരെ നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു ഭവനത്തിൽ ചെന്നു. ആ ഭവനം സന്ദർശിക്കുന്നത് പതിവായിരുന്നു. 2 പെൺകുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ബാങ്ക് മാനേജറാണ്. ബാങ്ക് മാനേജറോട് ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ സാർ നിന്ന് ഞാൻ അദ്ദേഹത്തിന് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ് നമസ്കാരം എല്ലാം പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവർ 2 പേരും പുറത്തു പോയിരിക്കുകയാണ്. ഏതോ ഒരു മ്യൂസിക് കൺസേർട്ട് നടക്കുന്നു, അതിനാൽ പോയിരിക്കുകയാണെന്ന് എന്നോട് പറയുകയുണ്ടായി.
അപ്പോൾ ഞാൻ അവളെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ സംസാരിച്ചു. അതിനുശേഷം അപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും അതേക്ക് വന്നു. എൻ്റെ അടുത്ത് ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ എന്ന് രണ്ടുപേരും പറഞ്ഞു. ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ റോക്ക് മ്യൂസിക് ഞങ്ങൾ കേൾക്കുവാനായിട്ട് അതിൽ ആ കൺസേർട്ടിൽ പങ്കെടുക്കുവാനായിട്ട് പോയതാണ്. അപ്പോൾ ഇത് സഭാതലത്തിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത ഒരു കാര്യമാണ്, അതിനാൽ അത് പങ്കുകൊള്ളുവാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്തവൾ പറഞ്ഞു, അങ്കിൾ ഐ ലൈക്ക് ഓൺലി സോഫ്റ്റ് റോക്ക്. അവൾ ഇളവൾ പറയാണ്, നോ അങ്കിൾ ഐ ലൈക്ക് ഓൺലി ഹാർഡ് റോക്ക് എന്ന് പറയുകയാണ്. എനിക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ആ മ്യൂസിക്കാണ്, റോക്ക് മ്യൂസിക്കാണ് എനിക്കിഷ്ടം എന്ന് മൂത്തവൾ പറയും. ഇളയവൾ പറഞ്ഞു, എനിക്ക് ഹാർഡ് റോക്കാണ് ഇഷ്ടം. നോക്കുക യവനക്കാരുടെ പോക്ക് എന്താണെന്ന് നോക്കുക, ദൈവജനത്തിൻ്റെ പോക്ക് എന്താണെന്ന് നോക്കുക. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് വളരെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട്, ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതിൻ്റെ അർത്ഥവും തന്മയും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആ ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ അതിന് കേൾക്കാനൊരു സുഖവും, അതുപോലെ തന്നെ ആ ദൈവിക സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന രീതിയിൽ, വിളിച്ചു വരുത്തുന്ന രീതിയിൽ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഗാനങ്ങൾ ആലപിക്കുകയും ആ കൂട്ടായ്മകളിൽ നമ്മൾ പങ്കുചേരുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് ഗാനങ്ങളിലൂടെ ഇന്ന് പിശാച് ദൈവജനത്തെ ദൈവസന്നിധിയിൽ നിന്ന് പോലും ഇന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ഈ ഗാനങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്ന് നാം നോക്കുമ്പോൾ ഗാനങ്ങളിലൂടെ പിശാച് അതിലൂടെ പലരെയും അതൊരു ബലഹീനതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരെയും വഴിതെറ്റിക്കുവാനായിട്ട് ഈ ഗാനങ്ങൾ ഉപയോഗിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പലരെയും അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നാം വളരെയധികം ശ്രദ്ധാപൂർവം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 97 അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ എന്നാണ് പറയുന്നത്. യഹോവ വാഴുന്നു, എന്താണ്? ആ ഭൂമി സന്തോഷിക്കട്ടെ, ദ്വീപുകളും സന്തോഷിക്കട്ടെ, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ എന്നാണ് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ. ആ 96-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ അധ്യായത്തിൽ അവിടെ 2-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറഞ്ഞു, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാളോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ എന്നാണ് പറയുന്നത്. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ യഹോവയുടെ നാമത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നാൾതോറും അവൻ്റെ രക്ഷയെ നാം പ്രസിദ്ധമാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം വേണം നമ്മൾ നയിക്കേണ്ടത്. നാൾതോറും എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്ക് അവനെ ഞാൻ എപ്പോഴും ഞാൻ സ്തുതിക്കുമെന്നുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അവൻ്റെ നന്മകളെക്കുറിച്ച് നാം വർണ്ണിക്കാം. അവൻ ചെയ്ത നന്മകൾ വർണ്ണിക്കുവാനായിട്ട് വാക്കുകൾ പോരാ. നാം ഗാനങ്ങളിലൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ശരിയായ ഗാനങ്ങളിലൂടെ ശരിയായ രീതിയിൽ ആലപിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും. ആത്മീയമായി വളരുവാനായിട്ട് സാധിക്കും. അനേകരെ മാനസാന്തര അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഗാനങ്ങളിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവമേ അത് സാധിക്കുമെന്നാണ് അടിയങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ശരിയായ രീതിയിൽ കർത്താവെ അടിയങ്ങൾ ഗാനങ്ങൾ ആലപിക്കുവാനും കർത്താവെ അനേകരെ മാനസാന്തര അനുഭവത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം തന്ന താലന്തുകളെ ഉപയോഗിക്കുവാനായിട്ട് നീ സഹായിക്കണമേ. കേൾവിക്കാരെ എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമേ കർത്താവെ ഇത്രയും നേരം അടിയങ്ങളുടെ വചനം ധ്യാനിക്കുവാനുള്ള അവസരം നൽകിയതിനായി സ്തോത്രം. യേശുവിൻ്റെ തനിനാമത്തിൽ യാചിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്നുള്ള ആ വിഷയം നിങ്ങൾ കേട്ടതിനായി സ്തോത്രം. ഇതുപോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമാണ് ഗാനങ്ങൾ. ഒരു വഴിയാണ് ഗാനം ആലപിച്ച് അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.